ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. നടപടി സ്വീകരിക്കാതെ വനംവകുപ്പും പഞ്ചായത്ത് അധികൃതരും വെട്ടേക്കാട്ട് സ്വദേശി രാജ്ഭവനിൽ ഒക്കെ രാജേഷിന്റെ കൃഷിയിടത്തിലെ 100ഓളം കപ്പകളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളും 10-20 വീതം കപ്പകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമായി കർഷകർ ഉണ്ടാക്കുന്ന കപ്പ, ചേന, ചേമ്പ്, വാഴ എല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ്. ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട്. തോക്ക് ലൈസൻസുള്ള ആളുകൾക്ക് ഇതിന് ചുമതല നൽകുക. എന്നാൽ ചാലിയാർ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം കാട്ടുപന്നി ശല്യം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള കാടുകളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കുറ്റിക്കാടിൽ ഉൾപ്പെടെയാണ് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത്. രാത്രിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുകയാണ്. മണ്ടുവാട മുതൽ കാഞ്ഞിരപ്പടി വരെയുള്ള റോഡിൽ കാട്ടുപന്നികൾ റോഡ് മുറിച്ചിറക്കുന്നത് പതിവാണ്. നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് ഇതുമൂലം വണ്ടി മറിഞ്ഞ് പരിക്കേൽക്കുന്നുണ്ട്. 4 വർഷം മുമ്പ് മൂലേപ്പാടം സ്വദേശി കാട്ടുപന്നി റോഡിന് കുറുകെ ചാടുന്നതിൽ ഇടയിൽ ബൈക്കിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു. വെട്ടേക്കാട്, പണപ്പൊയിൽ, മുടവണ്ണ, പൈങ്കാക്കോട്, മണ്ണുപാടം, പൊയിലായി, അകമ്പാടം, പെരുവന്തൂർ, ആലാട്ടി, മൂലേപ്പാടം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ വിളയാട്ടമാണ്. നെന്മങ്ങാട് വേട്ടേക്കോട് ഭാഗത്ത് ഒരു മാസത്തോളമായിട്ട് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. കപ്പ, വാഴ, ചേമ്പ്, കൂവ എല്ലാ വിളകളും പന്നിക്കൂട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചയ്ക്ക് 100 കപ്പമരട് തട്ടിയ ദൃശ്യമാണിപ്പോൾ. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.